ആകാശവാണി. നമസ്കാരം. സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്ന പ്രക്രിയയാണ് സെൻസസ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ജനസംഖ്യയുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക, വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, മെച്ചപ്പെട്ട പൊതുസേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സെൻസസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011 ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ആണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 2027 സെൻസസ്. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം 2026 ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഇതാദ്യമായാണ് സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലായി നടത്തുന്നത്. ആദ്യമായി സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം രേഖപ്പെടുത്തലിനുള്ള അവസരവും ലഭ്യമാകും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് സെൻസസ് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുക. കുടുംബത്തെ സംബന്ധിച്ച വിവരങ്ങൾ se.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി എല്ലാവർക്കും സ്വന്തമായി സമർപ്പിക്കാവുന്നതാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ്, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിൽ ഏപ്രിൽ 1 മുതൽ 15 വരെ സെൽഫ് എന്യൂമറേഷൻ നടന്നു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസ് നടക്കുകയാണ്. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് രാജ്യത്ത് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയുടെ സെൻസസ് പരമ്പരയിലെ 16ാമത്തേതും സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള 8ാമത്തേതുമാണ് 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. രാജ്യത്ത് സെൻസസ് നടത്തിപ്പ് സംബന്ധിച്ച് ആദ്യകാല പരാമർശങ്ങൾ കൌടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലും പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ജനസംഖ്യാ സെൻസസ് 1865 1872 ഇടയിലാണ് നടത്തിയത്. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് നടന്നില്ല. 1881 ഇന്ത്യ ആദ്യത്തെ സിൻക്രണസ് സെൻസസ് നടത്തി. 2027 ജനസംഖ്യാ സെൻസസ് നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ 2025 ജൂണിൽ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ഉൾപ്പെടുന്നു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർക്കാരുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുതോറുമുള്ള സെൻസസ് പ്രവർത്തനം നടത്തും. ഈ 30 ദിവസത്തെ കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 ദിവസമായിരിക്കും സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം. ഈ ഘട്ടത്തിൽ വീടുകളുടെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, വീട്ടുകാരുടെ കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏവരും സെൻസസ് പ്രക്രിയയിൽ പങ്കെടുത്ത് കണക്കെടുപ്പ് വിജയകരമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. जनगणना 2027 को डिजिटल बनाया गया है. सारी जानकारी सीधे डिजिटल माध्यम में दर्ज हो रही है. घर घर जाने वाले कर्मचारियों के पास मोबाइल ऐप है. वे आपसे बात करके उसी में जानकारी दर्ज करेंगे. साथियों, इस बार जनगणना में आपकी भागीदारी भी आसान बनाई गई है. आप खुद भी अपनी जानकारी दर्ज कर सकते हैं. कर्मचारी के आने से 15 दिन पहले आपके लिए सुविधा शुरू होगी. आप अपने समय के अनुसार जानकारी भर सकते हैं. जब आप प्रक्रिया पूरी करते हैं तो आपको एक विशेष आईडी मिलती है. ये आईडी आपके मोबाइल या ईमेल पर आती है. बाद में जब कर्मचारी आपके घर आता है तो आप यही आईडी दिखाकर जानकारी की पुष्टि कर सकते हैं. इसे दोबारा जानकारी देने की जरूरत नहीं पड़ती. समय भी बचता है और प्रक्रिया आसान हो जाती है. साथियों, जिन राज्यों में स्वगणना का काम पूरा हो गया है वहां गणना कर्मचारी द्वारा घरों के सूचीकरण का कार्य भी शुरू कर दिया गया है. अब तक लगभग 1 करोड़ 20 लाख परिवारों का
मकान सूचीकरण का कार्य पूरा भी हो चुका है। साथियों, देश की जनगणना सिर्फ सरकारी काम नहीं है, यह हम सबकी जिम्मेदारी है। आपकी भागीदारी बहुत जरूरी है। आपकी दी गई जानकारी पूरी तरह सुरक्षित रहती है, यह गोपनीय रखी जाती है। डिजिटल सुरक्षा के साथ इसे सुरक्षित किया जाता है। आइए हम सब मिलकर इस प्रक्रिया में भाग लें, जनगणना 2027 को सफल बनाएं। കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരിയിൽ നടത്തും. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മു കാശ്മീരിലെയും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങി മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ രണ്ടാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ജാതി സെൻസസും നടപ്പിലാക്കും. രണ്ടാം ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ മെയ് 1 മുതൽ മെയ് 30 വരെ വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസും നടക്കും. ഏപ്രിൽ 16 മുതൽ ഏപ്രിൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ നടന്നു. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. ലക്ഷദ്വീപിൽ വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഏപ്രിൽ 15 മുതൽ മെയ് 16 വരെയാണ് നടക്കുന്നത്. വാസസ്ഥലം, ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ, കുടിയേറ്റം, പ്രജനന സവിശേഷതകൾ തുടങ്ങി സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ദേശീയ ആസൂത്രണത്തിനും വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. 2027 സെൻസസിനായി കേന്ദ്ര സർക്കാർ 11,718.24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ഓണറേറിയവും പരിശീലനവും നൽകുന്നതിനും IT, അടിസ്ഥാന സൌകര്യങ്ങൾ, ലോജിസ്റ്റിക് മുതലായവയ്ക്കുമായി മതിയായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സെൻസസുമായി ബന്ധപ്പെട്ട വിവിധ ഫീൽഡ് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ഒരു പോർട്ടൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ രൂപീകരിക്കും. സ്വയം രേഖപ്പെടുത്തലിനായി താൽപര്യമുള്ള പൌരന്മാർക്ക് മൊബൈൽ നമ്പരും മറ്റ് അടിസ്ഥാന വിശദാംശങ്ങളും ഉപയോഗിച്ച് SC പോർട്ടലിൽ ലോഗിൻ ചെയ്യാനും അവരുടെ സൌകര്യത്തിനനുസരിച്ച് സെൻസസ് വിവരങ്ങളുടെ രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാനും കഴിയും. വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് സന്ദർശന വേളയിലെത്തുന്ന ഉദ്യോഗസ്ഥന് നൽകേണ്ട സെൽഫ് എന്യൂമറേഷൻ ID സൃഷ്ടിക്കപ്പെടും. സെൻസസ് ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുന്നതിന് മുമ്പ് സ്വന്തം സൌകര്യത്തിനനുസരിച്ച് വിവരങ്ങൾ പൂരിപ്പിക്കുന്നതിന് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നൽകുന്നു. മുൻ സെൻസസുകളിലേതുപോലെ സെൻസസ് ഉദ്യോഗസ്ഥർ അവർക്ക് അനുവദിച്ച ബ്ലോക്കുകളിൽ വീടുതോറുമുള്ള കണക്കെടുപ്പ് നടത്തുന്നത് തുടരുമെങ്കിലും ഇത്തവണ ഒരുക്കിയിട്ടുള്ള അധിക സൌകര്യമാണ് സ്വയം രേഖപ്പെടുത്തൽ അഥവാ സെൽഫ് എന്യൂമറേഷൻ. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡാറ്റാ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ ഡാറ്റ ലഭ്യമാകുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്ന് കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം മേധാവി K. പ്രീതി ആകാശവാണിയോട് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന സെൻസസ് ഇന്ത്യയിലെ 16ാമത്തെ സെൻസസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ എണ്ണൽ പ്രക്രിയയാണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൊബൈൽ അധിഷ്ഠിത വിവരശേഖരണം, സ്വയം എണ്ണൽ പോർട്ടലുകൾ, തത്സമയ നിരീക്ഷണ ഡാഷ്ബോർഡുകൾ എന്നിവയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ഡേറ്റാ പ്രോസസ്സിന്റെ സമയം കുറയ്ക്കുകയും അതുമൂലം പിഴവുകളില്ലാത്ത കൃത്യതയാർന്ന ക്രോഡീകരിച്ച വിവരങ്ങൾ താമസമില്ലാതെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. 2011 സെൻസസിന് ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ജനസംഖ്യാശാസ്ത്രം എന്നിവ കാര്യമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ കണക്കെടുപ്പിന്റെ ആവശ്യകത വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് നിലനിൽക്കുന്ന നയങ്ങൾ 2011 സെൻസസിലെ വിവരങ്ങളെ ആധാരമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതോടെ കുടിയേറ്റം, നഗരവൽക്കരണം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ തുടങ്ങിയ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആവശ്യമായ നയപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സാധിക്കുന്നതാണ്. 15 വർഷത്തിന് ശേഷമുള്ള ഈ സെൻസസ് വെറുമൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സർസൈസിനേക്കാൾ ഉപരി വികസനം, ക്ഷേമ വിതരണം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയുടെ പുനഃസജ്ജീകരണത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ്. ആയതിനാൽ തന്നെ വിശ്വസ്തവും കൃത്യവുമായ വിവരങ്ങൾ നൽകി നമുക്കേവർക്കും ഈ വിവരശേഖരണത്തിന്റെ ഭാഗമാകാം. 2027 സെൻസസിന്റെ ഓരോ ഘട്ടത്തിലും വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ ഒരു ഡാറ്റാ സുരക്ഷാ ചട്ടക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഡാറ്റാ ശേഖരണം, സംഭരണം എന്നിവ ഉൾക്കൊള്ളുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ,
അനധികൃത ഇടപെടൽ തടയുന്നതിനുള്ള സുരക്ഷിത ട്രാൻസ്മിഷൻ പ്രോട്ടോകോളുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സർട്ടിഫൈഡും സുരക്ഷിതവുമായ ഡാറ്റ സെന്ററുകളിലാണ് ഡാറ്റ സൂക്ഷിക്കുന്നത്. ഇത് ഉയർന്ന സംരക്ഷണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നു. കൂടാതെ ഈ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ISO മാനദണ്ഡങ്ങളും പാലിക്കുന്നു. ഇതിനോടൊപ്പം സുരക്ഷാ ഓഡിറ്റുകൾക്കും വിധേയമാകുന്നു. സെൻസസിന്റെ ഒരു നിർണായക സ്തംഭമാണ് മനുഷ്യവിഭവശേഷി. ഏകദേശം 31 ലക്ഷം എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും 1 ലക്ഷത്തിലധികം സെൻസസ് പ്രവർത്തകരും ഈ പ്രക്രിയയുടെ ഭാഗമാണ്. സെൻസസ് പ്രക്രിയയിലുടനീളം ഉയർന്ന നിലവാരമുള്ള ഡാറ്റ ഗുണനിലവാരം, കൃത്യത, പ്രവർത്തന കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ ഘടനാപരമായ സമീപനത്തിന്റെ ലക്ഷ്യം. ഭാവി ഭരണത്തിനായുള്ള ഒരു അടിത്തറയാണ് സെൻസസ്. വിജ്ഞാനപ്രദമായ നയരൂപീകരണത്തിനും സമഗ്രമായ വികസനത്തിനും സമഗ്രമായ ഡാറ്റ നൽകുന്ന സെൻസസ് ഭരണത്തിന്റെ ഒരു നിർണായക സ്തംഭമായി തുടരുന്നു. ജനസംഖ്യാ പ്രവണതകളുടെ കൃത്യമായ വിലയിരുത്തൽ ഇതിലൂടെ പ്രാപ്തമാക്കുന്നു. ഭക്ഷണം, വെള്ളം, ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലുടനീളം ഫലപ്രദമായ ആസൂത്രണം ഉറപ്പാക്കാൻ ഇത് സഹായകമാകുന്നു. പ്രാദേശിക തലത്തിൽ സൂക്ഷ്മമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സർക്കാർ പദ്ധതികൾ കൃത്യമായ ലക്ഷ്യത്തിലെത്താനും സാധിക്കുന്നു. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ ഫീൽഡ് തലത്തിലെയും മറ്റ് സംസ്ഥാന ഉദ്യോഗസ്ഥരുടെയും നിയമനവും പരിശീലനവും ചോദ്യാവലി തയ്യാറാക്കലും ഉൾപ്പെടെയുള്ള പൂർണ്ണമായ റിഹേഴ്സൽ 2025 നവംബറിൽ രാജ്യത്തുടനീളമുള്ള ഏകദേശം 5000 ബ്ലോക്കുകളിലായി നടത്തി. കൂടാതെ സെൻസസ് പ്രവർത്തകർക്കുള്ള പരിശീലനത്തിനായി വിപുലമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ 100 ദേശീയ പരിശീലകർക്ക് പരിശീലനം നൽകി. ഇവർ ഏകദേശം 2000 മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. ഈ മാസ്റ്റർ ട്രെയിനർമാർ ഏകദേശം 45,000 ഫീൽഡ് ട്രെയിനർമാരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ ഏകദേശം 80,000 ബാച്ചുകളിലായി ഏകദേശം 31 ലക്ഷം എന്യൂമറേറ്റർമാരെയും സൂപ്പർവൈസർമാരെയും പരിശീലിപ്പിക്കും. സെൻസസ് പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാന സംവിധാനമായ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും സമയബന്ധിതമായി ഗുണനിലവാരമുള്ള ഡാറ്റ ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ പരിശീലന സാമഗ്രികളും പ്രാദേശിക ഭാഷകളിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണത്തിന് നിർണായക അടിത്തറയായാണ് സെൻസസ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവോടെ തീരുമാനമെടുക്കാൻ ഇതിലൂടെ സാധ്യമാകുന്നു. ജനസംഖ്യയുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളുമായി സംയോജിച്ചുള്ള നയരൂപീകരണത്തിന് സെൻസസ് ഡാറ്റ ഉപകരിക്കപ്പെടുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം പ്രവീൺ കുമാർ.